കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ സുന്ദരകാന്ഡം 3-ാം സർഗം 78-ാമത്തെ ശ്ലോകമാണ് നിർത്തിയത്. അപ്പോൾ അതിൽ ഈ ഹനുമാൻ ഈ അശോകവനത്തിലത്തെ വൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ചതും അവിടുത്തെ ആ മണിമാളിക അടിച്ചു പൊട്ടിച്ചത് തകർത്തതും ഒക്കെ ഉള്ള വിവരങ്ങൾ സീതയ്ക്ക് ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ രാവണനെ പോയി അറിയിച്ചപ്പോൾ രാവണന് ദേഷ്യം വന്ന് രാവണൻ ഈ വാനരനോട് എതിർക്കാനായിട്ട് കുറേ കിങ്കരന്മാരെ അയച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ദേഷ്യം വന്നു രാവണന്, കിങ്കരന്മാരെ അയച്ചു. അതാണ് അവിടെ പറയാൻ നിർത്തിയത്. അപ്പോൾ ഇനി 78-ൻ്റെ ഒരു വരിയും 79 കൂടി 79-ഉം 80-ഉം നമുക്കൊന്നിച്ച് ചെയ്യാം. നിർഭഗ്ന ചൈത്യപ്രാസാദ പ്രമഥമാന്തര സംസ്ഥിത ഹനുമാൻ പർവ്വതാകാരോ ലോഹസ്തംഭകൃതായുധ കിഞ്ചില്ലാങ്കൂലൽ ചലനോ രക്താസ്യോ ഭീഷണാകൃതി ആപതന്തം മഹാസംഘം രാക്ഷസാനം ദദർശസഃ ചകാരസിംഹനാദം ച ശ്രുത്വാ തേ മുമുഹുർഭൃശം. നിർഭഗ്ന ചൈത്യപ്രാസാദ പ്രഥമാന്തര സംസ്ഥിത എന്ന് പറഞ്ഞാൽ, അതായത് തല്ലി തകർത്ത ആ ചൈത്യപ്രാസാദം ആ മാളികയുടെ ആദ്യത്തെ ആ സ്ഥാനത്തിൽ അവിടെ നിൽക്കുന്നവനും ആ തല്ലി തകർത്ത മാളികയുടെ അവിടെ നിൽക്കുന്നവനും ലോഹസ്തംഭകൃതായുധ ഈ ഇരുമ്പോണ്ടുള്ള തൂണിനെ ആയുധമാക്കി കൈ പിടിച്ചിരിക്കുന്നവനും അവിടുത്തെ ആ മാളിക പണിയാൻ ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പ് തൂണിനെ ആയുധമാക്കി പിടിച്ചവനും കിഞ്ചിത് ലാങ്കൂല ചലനം വാലിങ്ങനെ കുറേശ്ശെ ഇളക്കുന്നവനും കിഞ്ചിത് അത്രയേ ഉള്ളൂ. രക്താസ്യ ഭഗവാൻ, അതായത് രക്തവക്ത്രം രക്തനയനാണ് ഹനുമാനെ. രക്താസ്യ തുടുത്ത മുഖത്തോടു കൂടിയവനും ഭീഷണാകൃതി ഭയങ്കരമായിട്ടുള്ള ആകൃതിയോടുകൂടിയവനും പർവ്വതാകാരം ഹനുമാൻ പർവ്വത തുല്യനുമായ ഹനുമാൻ ആപതന്തം രാക്ഷസാനാം മഹാസംഘം ദദർശ തൻ്റെ നേരിട്ട് അഭിമുഖമായിട്ട് വരുന്ന രാക്ഷസന്മാരുടെ ആ സംഘത്തിനെ, അതായത് രാവണൻ അയച്ച ആ കിങ്കരന്മാരെ, രാവണൻ്റെ കിങ്കരന്മാരെ കണ്ടിട്ട്, അതായത് ഭൃത്യന്മാരെ കണ്ടിട്ട് സിംഹനാദം ചകാരാച്ച ഉറക്കെ ഗർജിച്ചു സിംഹത്തിനെ പോലെ. ശ്രുത്വാ തേ ഭൃശം മുമുഹു ആ കേട്ടോരൊക്കെ ബോധം കെട്ട് വീണു. അത്ര ഭയങ്കരമായിട്ടുള്ള സിംഹനാദം. എന്താ ഇപ്പോൾ പറഞ്ഞത്? അവനോൻ തന്നെ തല്ലി ഉടച്ച ആ ചൈത്യപ്രാസാദം ആ മണിമാളികയുടെ ആദ്യത്തെ നിലയിൽ തന്നെ ആ പ്രാസാദ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് തൂണിനെയൊക്കെ ആയുധമായിട്ട് കയ്യിൽ പിടിച്ച് വാലിങ്ങനെ കുറേശ്ശെ ഇളക്കിയും കൊണ്ട് പർവ്വതം പോലെ വലിപ്പമുള്ള ശരീരത്തോടു കൂടിയ, നോക്കുന്നവർക്ക് ശരിക്കും ഭയാനകമാണ് അങ്ങനെയുള്ള ആ ഹനുമാൻ തൻ്റെ നേരിട്ട് വരുന്ന രാക്ഷസന്മാരുടെ ആ ഒരു സംഘത്തിനെ കണ്ടപ്പോൾ ഉടനെ ഒന്ന് ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് അലറി, സിംഹഗർജനം പോലെ അലറി. ആ ശബ്ദം കേട്ടിട്ട് രാക്ഷസന്മാർ ബോധം കെട്ട് വീണു എന്ന് പറയാണ്. ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ. നിർഭക്ത ചൈത്യപ്രാസാദ പ്രഥമാന്തര സംസ്ഥിത ഹനുമാൻ പർവ്വതാകാരോ ലോഹസ്തംഭകൃതായുധ കിഞ്ചില്ലാങ്കൂല ചലനോ രക്താസ്യോ ഭീഷണാകൃതി. ചുമന്ന മുഖമാണ്, പേടിയവും
ദേഷ്യം വന്നാൽ മുഖം കണ്ടാൽ പേടിയാവുണ്ടാവും. ആപതന്തം മഹാസംഘം രാക്ഷസാനം ദദർശസ ചകാര സിംഹനാദം ച ശ്രുത്വാതേ മുമുഹുർഭൃശം. അവരൊക്കെ മോഹാത്സ്യപ്പെട്ട് വീണു. ഇനി 81. ഹനുമന്തമഥോ ദൃഷ്ട്വാ രാക്ഷസാഭീഷണാകൃതിം നിർജംഘ്നുർ വിധാസ്ത്രൗഖൈ സർവരാക്ഷസ ഖാദിനം. ഭീഷണാകൃതിം സർവരാക്ഷസ ഖാദിനം ഹനുമന്തം. ആ ഭീഷണാകൃതി പറഞ്ഞാൽ ഭയങ്കര ആകാരത്തോടു കൂടിയവനും സർവരാക്ഷസ ഖാദിനം രാക്ഷസന്മാരെ കൊല്ലുന്നവനുമായ ഹനുമാനെ ദൃഷ്ട്വ ദർശിച്ചിട്ട് ആ രാക്ഷസന്മാർ, അതായത് കുറേ ആളെ ഓൾറെഡി കൊല്ലുണ്ടേ, ബാക്കിയുള്ളവർക്കൊക്കെ വിവിധാസ്ത്രൗഖൈഹി നിർജഘ്നു പലവിധങ്ങളായ അസ്ത്രങ്ങളെ അതായത് രാക്ഷസന്മാർ വിവിധാസ്ത്രൗഖൈഹി നിർജഘ്നു. എന്താ വെച്ചാൽ ഈ ഭയങ്കര ആകൃതിയുള്ള ഈ ഈ മറ്റേ ആ എന്താ പറയുക നശിപ്പിച്ച ആ മാളിക ഉണ്ടല്ലോ, മാളികയിൽ കാവക്കാരായി നിന്നവരെയൊക്കെ ഓൾറെഡി കൊന്നു കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഈ ഭയങ്കര ആകൃതി ഉള്ളവനും ആ മാളിക കാത്തു സൂക്ഷിച്ചിരുന്ന സകല രാക്ഷസന്മാരെയും കൊന്നവനുമായ ഹനുമാനെ കണ്ട ഉടനെ രാക്ഷസന്മാർ ഹനുമാനെ പലവിധത്തിലുള്ള അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ട് അടിച്ചു എന്ന് പറയാണ്. ഹനിച്ചു, ആയുധങ്ങളാൽ ഹനിച്ചു മീൻസ് ആയുധങ്ങൾ എടുത്തിട്ട് അവർ ഹനുമാനെ അടിക്കാൻ നോക്കി. കാരണം തന്നെ പോലെയുള്ള രാക്ഷസന്മാരെ കൊന്നിട്ടിരിക്കണു. ആ മാളികയുടെ സെക്യൂരിറ്റിയെ മുഴുവൻ കൊന്നിട്ടിരിക്കണു. അത് കണ്ടപ്പോൾ ഈ രാക്ഷസന്മാരെ പേടിയുണ്ടെങ്കിലും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഹനുമാനെ പ്രഹരിക്കാൻ തുടങ്ങി. ഹനുമന്തമഥോ ദൃഷ്ട്വാ രാക്ഷസാഭീഷണാകൃതിം നിർജഗ്നുർവിവിധാസ്ത്രൗഖൈ സർവരാക്ഷസഖാദിനം. ഇനി തത ഉത്ഥായ ഹനുമാൻ മുദ്ഗരേണ സമന്തത നിഷ്പിപേഷ ക്ഷണാദേവ മശകാനി വയൂഥപ. തഥാ ഹനുമാൻ ഉത്ഥായ. അപ്പോൾ വേഗം ഹനുമാൻ അങ്ങോട്ട് നീട്ടിട്ട് യൂഥപ മശകാൻ ഇവ, അതായത് മദയാന ഈച്ചകളെ എങ്ങനെ നിഷ്പ്രയാസം കൊല്ലും എന്ന പോലെ മുദ്ഗരം കൊണ്ട്, അതായത് തൻ്റെ തൂണോണ്ടേ ആ തൂണ് കൈ പിടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സമന്തത 4 ഭാഗത്തും നിഷ്പിപേഷ മീൻസ് നിഷ്പേഷണം ചെയ്തു പറഞ്ഞ രാക്ഷസന്മാരെ മുഴുവൻ അടിച്ച് തകർത്തു. അതായത് വേഗം ഇവരിങ്ങനെ ഓരോ ആയുധങ്ങളെടുത്ത് ഹനുമാനെ തല്ലാൻ തുടങ്ങിയപ്പോൾ ഹനുമാൻ വേഗം നീട്ടി നിന്ന് കയ്യിലുള്ള ആ ഇരുമ്പ് തൂണുണ്ട പറഞ്ഞില്ലേ, അത് ഗദ പോലെ കയ്യിലുള്ള ആ ഇരുമ്പ് തൂണുകൊണ്ട് കാട്ടിൽ സഞ്ചരിക്കുന്ന ഒരു മദയാന അതിൻ്റെ ശരീരത്തിൽ വന്ന് കടിക്കണ ഈച്ചകളെ എങ്ങനെയാണ് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങോട്ട് ആട്ടുക, അതുപോലെ 4 ഭാഗത്ത് നിൽക്കുന്ന രാക്ഷസന്മാരെയൊക്കെ തല്ലി തകർത്തു എന്ന് ആ ഇതുകൊണ്ടേ. അതായത് ആനയ്ക്കിപ്പോൾ ഈ ഒരു കൊതു വന്നാൽ എന്താ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തട്ടില്ലേ, അതുപോലെ നിഷ്പ്രയാസം അയത്നമായിട്ട് ഈ തൂണോണ്ട് തന്നെ പ്രഹരിക്കാൻ വന്ന രാക്ഷസന്മാരെ മുഴുവൻ തല്ലി തകർത്തു എന്നാണ് ഇതിൽ പറഞ്ഞത്. തത ഉത്ഥായ ഹനുമാൻ മുദ്ഗരേണ സമന്തത നിഷ്പിപേഷ ക്ഷണാദേവ മശകാനി വയൂഥപ. രാവണനെ ഒന്ന് കണ്ടിട്ട് വേണം പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് സീതാകാര്യം മാത്രം സാധിച്ചാൽ പോരാ, ആ രാവണനെ കാണാനൊരു സൂത്രമാണ് ഇപ്പോൾ ചെയ്തത്, അവിടെ മുഴുവൻ തല്ലി തകർത്തത്. ഈ കുറേ രാക്ഷസന്മാരെയും കൊന്നാൽ പിന്നെ രാവണൻ്റെ അടുത്തേക്ക് അവർ പിടിച്ചു കൊണ്ടുപോലോ, കാണാൻ അവസരം കിട്ടിച്ചിട്ടാ. നിഹതാൻ കിങ്കരാൻ ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിത പഞ്ചസേനാപതിം തത്ര പ്രേഷയാമാസ ദുർമദാൻ. കിങ്കരാൻ നിഹതാൻ ശ്രുത്വ, ഇത്ര കുറേ ഭൃത്യന്മാരെ കൊന്നു എന്ന് അറിഞ്ഞിട്ട് അത് കേട്ടിട്ട് ക്രോധമൂർച്ഛിത രാവണ, ക്രോധം കൊണ്ട് ബോധം നശിച്ച രാവണൻ, അതായത് അത്ര കോപാന്ധനായിട്ട് പഞ്ചസേനാപതീൻ, അതായത് 5 സേനാപതികളെ, ഭയങ്കര ശക്തിയുള്ള 5 സേനാനായകന്മാരെ പ്രേഷയാമാസ അയച്ചു എന്ന്. അതായത് താൻ അയച്ച സാധാരണ ഭൃത്യന്മാരെയാണ് ആദ്യം അയച്ചത്. സാധാരണ രാക്ഷസന്മാരെയൊക്കെ ഹനുമാൻ കൊന്നു എന്നറിഞ്ഞപ്പോൾ
ദേഷ്യം കൊണ്ട് ക്രോധം കൊണ്ടിങ്ങനെ ബോധം നശിച്ച രാവണൻ യുദ്ധത്തിന് നല്ല സാമർഥ്യമുള്ള 5 സേനാധിപതികളെ അയച്ചു. നിഹതാൻ കിങ്കരാൻ ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിത പഞ്ചസേനാപതിംസ്തത്ര പ്രേഷയാമാസ ദുർമദാൻ. പിന്നെ 84 ഹനുമാനപിതാൻ സർവാൻ ലോഹസ്തംഭേന ചാഹനദ് തഥാ ക്രുദ്ധോ മന്ത്രിസുതാൻ പ്രേഷയാമാസ സപ്ത സഹ. ഹനുമാൻ എന്താണ്ടായിയപ്പോൾ ഈ വലിയ സേനാധിപതികളൊക്കെ ഹനുമാനും താൻ സർവാൻ അവരെ മുഴുവനെയും ലോഹസ്തംഭേന ഈ ഇരുമ്പ് തൂണോണ്ട് അഹനദ് കൊന്നു, ഒരു വിഷമമില്ലാതെ. തതഹ ക്രുദ്ധ സ അതിനുശേഷം വളരെ ക്രോധം പൂണ്ട അവൻ രാവണൻ മന്ത്രിസുതാൻ മന്ത്രിസുതന്മാരായിട്ടുള്ള 7 പേരെ അയച്ചു. അതിലും കേമന്മാർ 5 സേനാധിപതികളെ അയച്ചു, അവരെയൊക്കെ കൊന്നിട്ടു. അപ്പോൾ ഒന്നും കൂടി ദേഷ്യം വന്നിട്ട് രാവണൻ ഈ മന്ത്രിമാരുടെ മക്കളായിട്ടുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള 7 രാക്ഷസന്മാരെ ഹനുമാനായിട്ട് യുദ്ധം ചെയ്യാൻ അയച്ചു. ഹനുമാനപി താൻ സർവാൻ ലോഹസ്തംഭേന ചാഹനദ് തത ക്രുദ്ധോ മന്ത്രിസുതാൻ പ്രേഷയാമാസ സപ്തസഹ. ആഗതാനപി താൻ സർവാൻ പൂർവവദ്വാനരേശ്വരഃ ക്ഷണാന്നിശേഷതോ ഹത്വാ ലോഹസ്തംഭേന മാരുതി. പൂർവസ്ഥാനമുപാശ്രിത്യ പ്രതീക്ഷൻ അതും കൂടി ഉണ്ട് കേട്ടോ, 56 കൂടി ചെല്ലാം. പൂർവസ്ഥാനമുപാശ്രിത്യ പ്രതീക്ഷൻ രാക്ഷസൻസ്ഥിതഃ തതോ ജഗാമ ബലവാൻ കുമാരോക്ഷപ്രതാപവാൻ. അതാണ് ഇനി. അതായത് ആഗതാൻ താൻ സർവാൻ അഭി, ഇങ്ങനെ തൻ്റെ നേർക്ക് വന്ന എല്ലാവരെയും വാനരേശ്വര മാരുതി, വാനര ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ പൂർവവൽ ക്ഷണാദ്, ആ മുമ്പത്തെ പോലെ ആ മറ്റേ ഇരുമ്പോണ്ടുള്ള ആ തൂണെടുത്തിട്ട് ഹത്വ വേഗം കൊന്നതിന് ശേഷം അതായത് ആ ലോഹസ്തംഭം കൊണ്ട് തന്നെ അവരെയും വധിച്ചു, ഈ ഇപ്പോൾ വന്ന മന്ത്രിപുത്രന്മാരെയും. പൂർവസ്ഥാനം ഉപാശ്രിത്യ, എന്നിട്ട് താൻ മുമ്പ് നിൽക്കണോടെ തന്നെ പോയി നിന്നപ്പോൾ രാക്ഷസാൻ പ്രതീക്ഷൻ സ്ഥിത, ഇനി രാക്ഷസന്മാരെ അയക്കുമെന്ന് അറിയാം. അപ്പോൾ ഇനി വരുന്ന ഇനി അയക്കും രാവണനെ അറിയാം. അപ്പോൾ ഇനി വരുന്ന രാക്ഷസന്മാരെയും കാത്തുകൊണ്ട് തഥാ ബലവാൻ പ്രതാപവാൻ അക്ഷകുമാര ജഗാമ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വന്തം മകനായിട്ടുള്ള നല്ല ബലശാലിയായിട്ടുള്ള അക്ഷകുമാരൻ വന്നു ഹനുമാൻ്റെ നേർക്ക്. അതായത് ഇവരൊന്നും അയച്ചിട്ട് ഈ മന്ത്രിപുത്രന്മാരെയൊക്കെ കൊന്നപ്പോൾ അവസാനം രാവണൻ തൻ്റെ പുത്രനാണ്, നല്ല മിടുക്കനാണ്, അങ്ങനെയുള്ള അക്ഷകുമാരനെ, മൂത്തപുത്രനല്ല കേട്ടോ, മൂത്തപുത്രൻ ഇന്ദ്രജിത്താണല്ലോ, രണ്ടാമത്തെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെ അയച്ചു. അതാണ് പറഞ്ഞത്. അതായത് ആദ്യം വന്ന മന്ത്രിപുത്രന്മാരെല്ലാം ഹനുമാൻ നിഷ്പ്രയാസം ഈ ലോഹസ്തംഭം കൊണ്ട് അടിച്ചു കൊന്നു. എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ നിന്നു. എന്നിട്ടിങ്ങനെ ഭംഗി അയക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് വളരെ ദേഷ്യം കൊണ്ട് അന്ധനായിട്ടുള്ള രാവണൻ ഈ മഹാബല പരാക്രമശാലിയായിട്ടുള്ള സ്വന്തം മകനായിട്ടുള്ള അക്ഷകുമാരൻ അപ്പോഴേക്ക് മുമ്പിലേക്ക് എത്തി എന്ന് പറയാണ്. അപ്പം ആഗതാനപിതാൻ സർവാൻ പൂർവവദ് വാനരേശ്വരഃ ക്ഷണാന്നിശേഷതോ ഹത്വാ ലോഹസ്തംഭേന മാരുതി. പൂർവസ്ഥാനമുപാശ്രിത്യ പ്രതീക്ഷൻ രാക്ഷസാൻ സ്ഥിത, രാക്ഷസന്മാരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന്. അപ്പോൾ തതോ ജഗാമ ബലവാൻ കുമാരോക്ഷപ്രതാപവാൻ, അക്ഷകുമാരൻ വന്നു. രാവണൻ്റെ വലിയ സാരക്കുട്ടനാണ് കേട്ടോ ശരിക്കും. 87 തമുൽപപാത ഹനുമാൻ ദൃഷ്ടു ആകാശേ സമുദ്ഗരഃ ഗഗനാത് ത്വരിതോ മൂർധ്നി മുദ്ഗരേണ വ്യതാടയത്. തം ദൃഷ്ട, ഈ അക്ഷകുമാരനെ കണ്ടിട്ട് സമുദ്ഗരഃ മുൽഗരത്തോടെ ആകാശേ ഉൽപ്പപാത, ആ ലോഹ സ്തംഭം കൊണ്ട് ആകാശത്തിൽ ഉൽപ്പതിച്ച് ഗഗനാൽ ത്വരിതം, ആകാശത്ത് നിന്നിട്ട് തന്നെ ചാടിയിട്ട് ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്യുക. മുദ്ഗരേണ, ഈ മുദ്ഗരം കൊണ്ട്, അതായത് ഈ ലോഹസ്തംഭം കൊണ്ട് മൂർധിനി വ്യതാടയത്, അവൻ്റെ തലയ്ക്കടിച്ചു. ഈ അക്ഷകുമാരൻ വരുന്നത് കണ്ട് ഹനുമാൻ ഈ ഇരുമ്പ് തൂണ് കയ്യിൽ പിടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ചാടി. എന്നിട്ട് അവിടുന്ന് അതിവേഗത്തിൽ പാഞ്ഞു ചെന്ന് ഈ ഇരുമ്പ് തൂണ് കൊണ്ട് തന്നെ
അക്ഷകുമാരൻ്റെ തലയിൽ ആഞ്ഞടിച്ചു എന്നാണ്. ഉറക്കെ അങ്ങോട്ട് അടിച്ചു അക്ഷകുമാരൻ തലയിൽ. ഇരുമ്പ് തൂണുകൊണ്ടൊക്കെ അടിച്ചാൽ അപ്പം കഴിയില്ലേ. തമുൽപപാത ഹനുമാൻ ദൃഷ്ടു ആകാശേ സമുദ്ഗത, ചാടിയിട്ടാണ് അടിച്ചത്. ഗഗനാത് ത്വരിതോ മൂർധിനി, അപ്പം അധികം ശക്തി ഉണ്ടാവുമല്ലോ ചാടി അടിക്കുമ്പോൾ. ഗഗനാത് ത്വരിതോ മൂർധിനി മുദ്ഗരേണ വ്യതാടയത്, ആഞ്ഞടിച്ചു. പിന്നെയോ ഹത്വ തമക്ഷം നിശേഷം ബലം സർവം ചകാരസ. തം അക്ഷം ഹത്വ, അങ്ങനെ അക്ഷകുമാരനെ ഒരു നിമിഷം കൊണ്ട് ഹനിച്ചിട്ട് സഹ അവൻ സർവബല സൈന്യത്തെ നിശേഷം ചകാര. അതായത് രാവണൻ്റെ സൈന്യത്തിലത്തെ ബലവാന്മാരായിട്ട് അക്ഷകുമാരനെ വധിച്ചു. അതും കഴിഞ്ഞിട്ട് രാവണൻ പിന്നെ അയച്ച രാവണൻ്റെ സൈന്യത്തിലെ ബലവാന്മാരായിട്ടുള്ള എല്ലാവരെയും കൊന്നു. അതാണ് ഹത്വാ തമക്ഷം നിശേഷം ബലവും സർവം ചകാരസ, പിന്നെന്താണ് സൈന്യത്തിനെയും കൊന്നു. എന്നിട്ട് ഇനി അതായത് അക്ഷകുമാരൻ്റെ കൂടെ വന്ന എല്ലാവരെയും കൊന്നു. അക്ഷകുമാരനൊക്കെ വലിയ സൈന്യം ഉണ്ടാവി. അക്ഷകുമാരനെ കൊന്നു, അക്ഷകുമാരൻ്റെ കൂടെ വന്ന സകലരെയും കൊന്നു. ഇനി 89 നമുക്ക് നോക്കാം. തതശ്രുത്വാ കുമാരസ്യ വധം രാക്ഷസപുംഗവ ക്രോധേന മഹതാവിഷ്ട ഇന്ദ്രജേതാരമബ്രവീത്. ഈശ്വര, ഈ രാവണൻ്റെയും മണ്ഡോദരിയുടെയും സാരക്കുട്ടനായിട്ടുള്ള ഈ അക്ഷകുമാരനെ കൊന്നു എന്നറിഞ്ഞപ്പോൾ വളരെ വിഷമമായി. ഇനി അതാണ് തതഹ രാക്ഷസപുംഗവ, അനന്തരം ആ രാക്ഷസാധിപൻ കുമാരസ്യ വധം ശ്രുത്വ, അക്ഷകുമാരൻ്റെ വധം അറിഞ്ഞിട്ട് മഹതാക്രോധേന ആവിഷ്ട, സങ്കടമായി. ആ സങ്കടത്തിൽ നിന്ന് ക്രോധം അങ്ങേയറ്റം അധികമായി. ഭയങ്കര ക്രോധത്താൽ ആവേശിക്കപ്പെട്ടവനായിട്ട് ഇന്ദ്രജേതാരം അബ്രവീത്, ഇന്ദ്രജിത്തിനോട് ഇപ്രകാരം പറഞ്ഞു എന്ന്. അതായത് അക്ഷകുമാരൻ്റെ മരണം അറിഞ്ഞപ്പോൾ രാവണന് ദുഃഖമായി. അപ്പം ആ വല്ലാത്ത കോപത്തിന് അധീനനായി. എന്നിട്ട് ഇന്ദ്രജിത്തിനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇതിൽ. തതശ്രുത്വ കുമാരസ്യ വധം രാക്ഷസപുംഗവ ക്രോധേന മഹതാവിഷ്ട ഇന്ദ്രജേതാരമബ്രവീത്. ഇന്ദ്രജിത്തിനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ്? പുത്ര ഗച്ഛാമ്യഹം തത്ര യത്രാസ്തേ പുത്രഃ രിപു ഹത്വാ തമഥവാ ബദ്ധ്വാ ആനയിഷ്യാമി തേന്തികം. പുത്ര, ഹേ പിന്നെ ഇന്ദ്രജിത്തിനെ വിളിക്കുകയാണ്. ഹേ പുത്ര, പുത്രഃ രിപു യത്ര ആസ്തേ. ഹേ പുത്ര, എൻ്റെ പുത്രനെ വധിച്ച ആ ശത്രു എവിടെ ഇരിക്കുന്നുവോ തഥാ ഗച്ഛാമി, അവൻ അവിടേക്ക് പോയിട്ട്, ഇപ്പം എൻ്റെ മകനെ ഹനിച്ചില്ലേ, നിൻ്റെ അനിയനെ ഹനിച്ചില്ലേ, അവൻ എവിടെ ഇരിക്കണം വെച്ചാൽ അവിടേക്ക് പോയിട്ട് അവിടേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോവുകയാണെന്ന്. തത്ര ഗച്ഛാമി, അഹം ഗച്ഛാമി എന്നാണ്, ഞാൻ തന്നെ പോവുകയാണ്. തം ഹത്വ അഥവാ ബദ്ധ്വ, അവനെ കൊന്നിട്ടോ അല്ലെങ്കിൽ ബന്ധിച്ചിട്ടോ തേ അന്തികം ആനയിഷ്യാമി, നിന്റെ സമീപത്ത് ഞാൻ എത്തിക്കാമെന്ന്. എന്താ പറയണ പിന്നെ രാവണൻ? ഹേ പുത്ര, എൻ്റെ പുത്രനെ വധിച്ച ആ ശത്രു എവിടെയാണെങ്കിലും അവിടേക്ക് ഞാൻ എന്താ പോണു. അവനെ ഒന്നെങ്കിൽ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവനെ ബന്ധനത്തിലാക്കിയിട്ട് നിൻ്റെ സമീപത്തേക്ക് ഞാൻ കൊണ്ടുവരാം. അതായത് ഇത്ര ആളെ പോയിട്ടും ഹനുമാനെ കൊല്ലാൻ സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് അവനവനും കൊല്ലാൻ സാധിക്കുന്ന ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അഥവാ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ബന്ധിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞതേ. അതായത് ഞാൻ തന്നെ പോവാമെന്ന് പറയാൻ എന്താ കാരണം വെച്ചാൽ, നിനക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ എന്നും കൂടി അർത്ഥമുണ്ട്. ശരിക്കും പറയാ വെച്ചാൽ ഇന്ദ്രജിത്താണല്ലോ പോകേണ്ടത്. ഇനി അക്ഷകുമാരൻ കൊന്നു. അപ്പം അഥവാ നിനക്കിപ്പോൾ ഇങ്ങനെ എത്ര ആൾക്കാരെ കൊന്നില്ലേ, അപ്പം നിനക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ നീ പോവില്ല എന്നാണ് വെച്ചാൽ, നിനക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ നീ പോകണില്ല എന്നാണ് വെക്കണ വെച്ചാൽ, ഞാൻ തന്നെ പോയിട്ട് അവനെ ഹനിക്കുകയോ ബന്ധിക്കുകയോ ചെയ്യാം എന്നാണ് രാവണൻ പറയണത്. ശരിക്കും പറയാ വെച്ചാൽ ഇന്ദ്രജിത്തിനോട് പോകാൻ പറയുന്നതാണ്, അഥവാ നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോവാമെന്ന് ഉള്ള പോലെയാണ്. പുത്ര ഗച്ഛാമ്യഹം തത്ര
യത്രാസ്തേ പുത്രഃ രിപു ഹത്വാ തമഥവാ ബദ്ധ്വാ ആനയിഷ്യാമി തേന്തികം. ഈ മൂന്ന് ശ്ലോകമാണ് കേട്ടോ. ഇന്ദ്രജിത്ത് പിതരം പ്രാഹ ത്യജ ശോകം മഹാമതേ മയി സ്ഥിതേ കിമർത്ഥം ത്വം ഭാഷസേ ദുഃഖിതം വച ബദ്ധ്വാനേഷ്യദുദം താത വാനരം ബ്രഹ്മപാശതഃ ഇത്യുക്ത്വാ രഥമാരുഹ്യ രാക്ഷസൈർബഹുഭിർവൃതഃ ജഗാമ വായുപുത്രസ്യ സമീപം വീരവിക്രമഃ. ഇന്ദ്രജിത്ത് പിതരം പ്രാഹ. ഇങ്ങനെ രാവണൻ പറഞ്ഞപ്പോൾ ഇന്ദ്രജിത്ത് അച്ഛനോട് പറഞ്ഞു, മഹാമതേ, ഹേ മഹാത്മാവേ, ശോകം ത്യജ, അങ്ങ് ദുഃഖിക്കണ്ട, അങ്ങ് ദുഃഖിക്കാതിരിക്കൂ. ശോകത്തെ ത്യജിച്ചാലെന്ന് പറഞ്ഞാൽ അങ്ങ് ദുഃഖിക്കാതിരിക്കൂ. മയി സ്ഥിതേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ ഉണ്ടാവുമ്പോൾ, ദുഃഖിതം വച കിമർത്ഥം ഭാഷസേ, ഇങ്ങനെ ദുഃഖപൂർണമായിട്ടുള്ള വാക്കുകൾ എന്തിനു പറയുന്നു? ഞാനില്ലേ അങ്ങക്ക്? താതാ വാനരം ബ്രഹ്മപാശതഃ ബദ്ധ്വ, ഞാൻ, അച്ഛാ, ഞാൻ, പിതാവേ, ഞാൻ ആ വാനരനെ ബ്രഹ്മപാശം കൊണ്ട് ബന്ധിച്ചിട്ട് ദ്രുതം ആനേഷ്യ, വേഗം ഞാൻ കൊണ്ടുവരാം. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ബഹിഭി രാക്ഷസൈഹി വ്രത, അനവധി രാക്ഷസന്മാരോട് കൂടിയവനായിട്ട് വീരവിക്രമ, മഹാവീരപരാക്രമിയായിട്ടുള്ള വായുപുത്രസ് സമീപം, അല്ല, മഹാവീരപരാക്രമിയായിട്ടുള്ള ഇന്ദ്രജിത്ത് വായുപുത്രസ്യ സമീപം ജഗാമ, വായുപുത്രനായിട്ടുള്ള ഹനുമാൻ്റെ അടുത്തേക്ക് പോയിന്ന്. അതായത് അപ്പം ഇന്ദ്രജിത്തിന് മനസ്സിലായി തന്നോട് പോകാൻ പറയുകയാണ്, താൻ പോകണില്ലെങ്കിൽ അച്ഛൻ പോകാന്നുള്ള നിലയ്ക്കാണ് പറയണമെന്ന് മനസ്സിലായപ്പോൾ ഇന്ദ്രജിത്ത് എന്താണ് രാവണൻ്റെ ഇംഗിതം അറിഞ്ഞിട്ട്, അതായത് താൻ പോവാണല്ലോ വേണ്ടത്, ആ ഇംഗിതം അറിഞ്ഞിട്ട് പറഞ്ഞു, ഹേ ബുദ്ധിശാലിനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള പിതാവേ, അങ്ങന്ന് ദുഃഖത്തെ ത്യജിച്ചാലും, അതായത് ദുഃഖിക്കണ്ട, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ, അതായത് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ദുഃഖസൂചകമായിട്ടുള്ള വാക്കുകളൊക്കെ പറയണത്? ഹേ പിതാവേ, ഞാൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ആ വാനരനെ ബന്ധിച്ച് ഇപ്പം തന്നെ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം, വേഗം കൊണ്ടുവരാം, ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചിട്ട് എന്ന് പറഞ്ഞ് അനേകം രാക്ഷസ വീരന്മാരോട് കൂടി ഈ മഹാവീരപരാക്രമിയായിട്ടുള്ള ഇന്ദ്രജിത്ത് ഹനുമാൻ്റെ സമീപത്തേക്ക് പോയി എന്നാണ്. ഇന്ദ്രജിത് പിതരം പ്രാഹ ത്യജ ശോകം മഹാമതേ, ശോകം ത്യജിച്ചോളൂ എന്ന്. മയി സ്ഥിതേ കിമർത്ഥം തം ത്വം ഭാഷസേ ദുഃഖിതം വച, ഞാൻ ഉണ്ടാവുമ്പോൾ എന്തിനാ അങ്ങനെ ദുഃഖപൂർണ്ണമായിട്ടുള്ള വാക്കുകളൊക്കെ പറയണേ? ബദ്ധ്വാനേഷ്യേ, കെട്ടിക്കൊണ്ടുവരാം, ബന്ധിച്ചിട്ട് കൊണ്ടുവരാം, ദ്രുതം, വേഗം, താതാ വാനരം ബ്രഹ്മപാശത, ബ്രഹ്മപാശം കൊണ്ടേ, ഇത്യുക്ത്വാ രഥമാരുഹ്യ രാക്ഷസൈർബഹുഭിർവൃത, കുറേ രാക്ഷസന്മാരും കൊണ്ട് രഥത്തിൽ കയറിപ്പോയി. ജഗാമ, എങ്ങടാ പോയി? വായുപുത്രസ്യ സമീപം, വായുപുത്ര സമീപത്തിലേക്ക് പോയി. വീരവിക്രമ എന്ന. ഇനി നമുക്കിവിടെ നിർത്താം. അതായത് ഇനി 3 ശ്ലോകം ഒന്നിച്ചാണ്, അപ്പോൾ വല്ലാതെ അധികം സമയമാവും. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.